പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് സ്ഥലങ്ങളിൽ തിരുനാളുകളും ആഘോഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഓരോ തിരുനാൾ ആഘോഷിക്കുന്ന ദേവാലയങ്ങളിലും പോയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായിട്ടും അവിടെ അലങ്കാരങ്ങളും ഡെക്കറേഷനൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ നല്ലൊരു രഹസ്യം ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് മറന്നേക്കരുത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ലെയോ 14 പാപ്പ മനോഹരമായ കോട്ടുകൾ ഈ നാളുകളിലെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്. അത് എന്നെ ആകർഷിച്ച ഒരു തോട്ടാണ്. തൻ്റെ സ്നേഹിതരാകാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. ഈശോ നമ്മെ ക്ഷണിക്കുന്നു പറയാണ്, യേശു ക്രിസ്തുവിലുള്ള നവീനവും നിത്യവുമായ ഉടമ്പടിയുടെ ഒരേ ഒരു വ്യവസ്ഥ സ്നേഹമാണ്. അതായത് ക്രൈറ്റീരിയൻ, ആ ഒരു യേശു ക്രിസ്തുവിലുള്ള നവീനവും നിത്യവുമായ ഉടമ്പടിയുടെ ഏക വ്യവസ്ഥ എന്നത് സ്നേഹമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് സ്നേഹം സർവോത്കൃഷ്ടം, ഏറ്റവും ഉത്കൃഷ്ടമായത് സ്നേഹമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എന്തൊക്കെ ഈശോ സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് നൽകിയിട്ടെന്ന് പറഞ്ഞാലും, സ്നേഹത്തിൻ്റെ അഭിഷേകം എന്നിലില്ലേ പ്രിയ സഹോദരങ്ങളെ? അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് ശരിക്ക് ഇന്ന് വീണ്ടും പരിശുദ്ധ പാപ്പായിലൂടെ സ്വർഗം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവെ, മറ്റുള്ളവരെ അവരുടെ കുറവുകളോടുകൂടി സ്നേഹിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.